ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് താത്താൻ്റെ കുട്ടികളൊക്കെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാം, അതേപോലെ തന്നെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ടൈമായിട്ടും ഇതൊന്നും എണീറ്റ് വരുന്നില്ല. എന്തോ റൂമിൽ നിന്ന് സംസാരമൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ പോയി നോക്കിയതാണ്. അപ്പോൾ ഇത് എണീറ്റിട്ട് ബാപ്പിൻ്റെ മേത്ത് കിടന്നാണ്ട് ഒറ്റയ്ക്ക് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കീനി. ഞാൻ ലേറ്റ് ഇട്ടപ്പോൾ ഓൻ അപ്പം തന്നെ ഓഫാക്കിയിട്ട് ഉറങ്ങാൻ നിന്നു. പക്ഷെ ഞാൻ ഓനെ എടുത്തു വിടുന്നു. അപ്പം ആപ്പ പുറത്ത് കൊണ്ടുണ്ടപ്പോൾ ഓനും പോ പറഞ്ഞാണ്ട് അങ്ങനെ ഓനും പോയി. ബ്രഷ് ചെയ്തിട്ടൊന്നുമില്ല ഇനി. പിന്നെ ഞാൻ എന്നാൽ മിറ്റടിച്ചു വരെ വിചാരിച്ചു. മുമ്പിലധികം ഒന്നും അടിച്ചു വരാനൊന്നും ഇല്ല ഇനി, പക്ഷെ ബാക്ക് ഭാഗത്ത് അത്യാവശ്യം നല്ലോണം ഉണ്ട്. പിന്നെ ഓൻ വന്നപ്പോക്കിൻ്റെ അടിച്ചു വരലൊന്നും കഴിഞ്ഞില്ല ഇനി, കുറച്ചുകൂടി ഉണ്ടായിനി. ഓനൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്നൊന്ന് ഫുഡ് കൊടുക്കാൻ നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കി അടിച്ചു വരലും ഒക്കെ കഴിച്ചത്. വെജിറ്റബിൾ ബിരിയാണിയും അതേപോലെ തന്നെ കുക്കർ ഷവായി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഓരോന്നിനുള്ള സാധനങ്ങളും കറക്റ്റായിട്ട് രാവിലെ തന്നെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചതാണ്. പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ പീസൊക്കെ തലേന്ന് തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിനി. ഇസും ആപ്പിയൊക്കെ പുറത്ത് പോയിനിയത് ചിക്കനൊക്കെ മേടിക്കാനിനി, അതും ക്ലീൻ ചെയ്ത് വെച്ചു. ഫസ്റ്റ് തന്നെ ഉണ്ടാക്കണത് കുക്കർ ഷവായിയാണ്. നമ്മളൊരു ഷോർട്ട് വീഡിയോയിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് കണ്ടവർ തന്നെ ഇക്കാരും മിക്കവാറും ഇതും കാണുക എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എന്നാലും ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഒന്ന് പറയാം. ആദ്യം തന്നെ അത്യാവശ്യം കുറേ മല്ലിച്ചപ്പും അതേപോലെ പാകത്തിന് ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടു. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാളയും ഒരു വലിയ 2 തക്കാളിയും ഒരു 10-15 മിനിറ്റ് സോക്ക് ചെയ്ത വറ്റൽമുളക് കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ ചെറിയ ജീരകം കൂടി ഇട്ടുകണ്. അങ്ങനെ നല്ലോണം പേസ്റ്റാക്കിയെടുത്തു. അത് നേരെ കുക്കർക്ക് ഇട്ടുകയാണ്. കുക്കർക്ക് 1 സ്പൂണ് കാശ്മീരി ചില്ലി, 2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും പാകത്തിന് ഉപ്പും ചിക്കനും അതേപോലെ തന്നെ സൺഫ്ലവർ ഓയിലും കുറച്ച് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തു. പിന്നെ കുക്കർ ഒരു വിസിൽ വന്നാൽ തന്നെ ആയിക്കോളും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പൊരിച്ചെടുക്കാനുള്ളതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെ പല സൗണ്ടും കേൾക്കാം. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് എൻ്റെ വീട്ടിലെത്തിയതിന് ശേഷമാണ്. ഇവിടെ താത്താരും കുട്ടികളൊക്കെ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര സൗണ്ടും കാര്യങ്ങളേക്കാരം. അടുത്തത് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അതിന് വെള്ളത്തിലിടണം അരി. ചെറിയ കപ്പിന് 6 കപ്പാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത്. അതൊരു അരമണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണ്. അതിൻ്റെ ഇടയിൽ അല്ലറ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞപ്പോൾക്ക് ചിക്കൻ അയക്കണ്. ഇനി ചിക്കൻ അതിന് പീസുകൾ മാത്രം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇസുവിനെ പോയി നോക്കിയപ്പോൾ ഇസു ഞങ്ങളെ വീഡിയോ തന്നെ കാണുകയാണ്. ഏതായാലും വേറെ ആരും കാണില്ലെങ്കിലും ഇസുവിനെ കണ്ടിട്ട് വാച്ച് ഓവറും കാര്യങ്ങളൊക്കെ എനിക്ക് കൂട്ടിത്തരും. പക്ഷേ എനിക്ക് ഇഷ്ടമല്ല എൻ്റെ വോയിസ് കേൾക്കുന്നത്. എൻ്റെ വോയിസ് കാക്കിങ്ങനെ വാട്സപ്പിൽ അയച്ച് തന്നെ ഇട്ടാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ. ഇനി അതറിയണോണ്ട് തന്നെ കാക്കു വീഡിയോസൊക്കെ ഇടുമ്പോൾ നല്ല സൗണ്ടിലാണ് എൻ്റെ വോയിസ് ഓവറൊക്കെ. അടുത്തത് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുകയാണ്. 2 സ്പൂൺ നെയ്യും നീളത്തിൽ കട്ട് ചെയ്ത 3 സവാളയും ഏലക്കായ്, ഗ്രാമ്പു, പട്ടയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ഇങ്ങനെ ആക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ലാസ്റ്റത്തെ ട്രിപ്പാണ് കയ്യാനയക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കുമ്പോൾക്ക് അതിലേക്ക് വെജിറ്റബിൾസൊക്കെ ഇടുക. ബീൻസും ക്യാരറ്റും പൊട്ടാറ്റും പിന്നെ ആവശ്യത്തിനുള്ള മുളകുമാണ് ഇടേണ്ടത്. ഞാൻ 2 ഇട്ടിട്ടുള്ളൂ. ഒരു 4-5 എണ്ണമൊക്കെ ഇടാം. കുട്ടികൾക്ക് അധികം എരിവ് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അത്ര ഇട്ടത്. അതേപോലെ തന്നെ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് ഗ്രീൻ പീസ് കൂടി ഇട്ടിട്ട് സ്റ്റൗ നല്ല ഫുള്ളിലിട്ടിട്ട് തന്നെ നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പോഴൊക്കെ ചിക്കൻ ഫ്രൈ ഫുള്ള് കഴിഞ്ഞിരുന്നു. പിന്നെ അതിക്ക് തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ട് കുക്കറിൽ ബാക്കി വരുന്ന ഗ്രേവി ഉണ്ടാവും, അതൊന്നും നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ വെജിറ്റബിൾ ബിരിയാണിക്കുള്ളതാണ് ചെയ്യുന്നത്. 1 സ്പൂണ് കാശ്മീരി ചില്ലിയും അതേപോലെ തന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകണ്. പിന്നെ അതിലേക്ക് ഇട്ടത് മഞ്ഞൾപ്പൊടി ഇടണമായിരുന്നു. ഞാനപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാര്യം പറഞ്ഞാൽ ഞാൻ വിട്ടുപോയതാണ്. പിന്നെ ബിരിയാണി മസാല 1/2 സ്പൂണാണ്. അത് ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗരം മസാല ഇട്ടിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു മാഗി ക്യൂബ് കൂടെ ഇട്ടുകണ്. പിന്നെ 6 ഗ്ലാസ് അരിയാണ് എടുത്തിന്. അതിക്ക് ഇരട്ടി 12 ഗ്ലാസ് വെള്ളം എടുത്തുകണ്. അതൊന്നും പിന്നെ ഷൂട്ട് ചെയ്തില്ല, കാരണം ഞാൻ കൈ പിടിച്ച് കണ്ട വീഡിയോ എടുക്കണേ. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായി കാരണം. പിന്നെ അതിലേക്ക് ഞാൻ വിനാഗിരിയുടെയും ഒഴിച്ച് കുറച്ച് മല്ലിച്ചപ്പ് കൂടി മുകളിലിട്ടിട്ട് കുക്കർ അടച്ച് വെച്ച് കണ്ട് ഒരു വിസിൽ വന്നാൽ മതി. ഇത് കാണുമ്പോൾ നമ്മൾ ചിന്തൊന്നൊക്കെ വിചാരിച്ചും, പക്ഷെ ചിന്തൊന്നുമില്ല കേട്ടോ. കുക്കർ വിസിലടിക്കുമ്പോൾ ഒരു തുള്ളി കൂടി വെള്ളമൊന്നും പുറത്തേക്ക് വരുന്നൊന്നുമില്ല.
പിന്നെ ഇതാക്കുമ്പോൾ എൻ്റെ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്, ആകെ തെറിച്ചിട്ടാണ്, ഫുള്ള് നിലത്ത് കൂടിയും തെറിച്ചതാണ്. അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നതൊക്കെ. ഗ്രേവി ആയതിനു ശേഷം ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചട്ടിക്ക് തന്നെ ഞാൻ ഗ്രേവി ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്യുക ചെയ്തത്. മറ്റേക്കിട്ട് മിക്സ് ചെയ്യാനുള്ള സ്പേസ് അതിലില്ല, അതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളെ കുക്കർ ഷവായ റെഡി ആയിക്കണേ. ഇത് ചെറിയ പീസ് കൊണ്ട് ചെയ്ത കുക്കർ ഷവായ കേട്ടോ. പിന്നെ ഇത് അടുത്തത്തെ വീട്ടിലത്തെ താത്ത തന്നതാണ് ഒരു കൂട്ടാണ്ടാക്കിയപ്പം. അവിടെ നിന്ന് പിന്നെ എന്താണെങ്കിലും കിട്ടിയാലും ഭയങ്കര ടേസ്റ്റാണ്. ആ താത്ത ഉണ്ടാക്കണമൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിക്കാരം. അങ്ങനെ നമ്മളെ കുക്കർ നമ്മളിതിൻ്റെ ഇടയിലൊന്ന് തുറന്ന് നോക്കിയിനി തൈര് ഒഴിക്കാൻ മറന്നുകൊണ്ട്. പിന്നെ എനിക്കൊരു തൈര് 1 സ്പൂൺ കൂടി ഇടാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉള്ളിയും തൈരൊക്കെ ഇട്ടുകൊണ്ട് ഒരു സാലഡ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ അതുണ്ടാക്കിയാൽ എന്നാൽ അതിന് പകരമായിക്കോളും എന്നുള്ള രീതിയിലാണ്, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇനി. പിന്നെ ഇതാ നമ്മൾ ചോറിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അടിയിലൊന്നും ഒരു തുള്ളി കൂടിയും പിടിച്ചിട്ടൊന്നുമില്ല, പക്ഷേ കുക്കറിൽ നിറച്ച് ചിന്താനുള്ള നിലക്ക് തന്നെ വന്നിക്കണ്. കുക്കറിലിട്ടിട്ട് ചോറിന് ഒരു വിസിലാണ് വരുത്തിയിരിക്കണത്, അതുകൊണ്ട് തന്നെ വേവും കാര്യങ്ങളൊക്കെ പാകമാണ്. പിന്നെ അതൊരു വലിയ തട്ടൊക്കെ ഇട്ടുകൊണ്ട് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തു. അകം തുടക്കലും ബാക്കി പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോക്ക് നല്ലോണം വിശക്കുണ്ടായിരുന്നു. ഞാൻ അടുത്തത്തെ വീട്ടിലത്തെ താത്ത കൊടുന്ന ആ കൂട്ടാനും ചിക്കനും കഴിച്ചു. ഇസുവിന് ഞാൻ പഴം കൂടിയും കൊടുത്തീനി. അപ്പോക്ക് താത്താൻ്റെ കുട്ടികൾ വന്നു. ഷാനു ഓലെ കൊണ്ടുവരാൻ പോയതേനി. ഇസും പോകണ്ടെന്നൊക്കെ പറഞ്ഞ് ആദ്യം കുറേ കരഞ്ഞൊക്കെ ചെയ്തീനി. പിന്നെ ഞമ്മളാ പോവുക, ഓനൊന്നല്ല പോണെന്ന് പറഞ്ഞിട്ടാണ് പായൊക്കെ കഴിക്കാൻ വന്നത്. ഓല് സ്കൂളിൽ നിന്ന് നേരെ വന്നതാണ്. ഉച്ച വരെ ഉള്ളായിരുന്നു എക്സാം. താത്താക്ക് പിന്നെ എന്തോ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിനി, അങ്ങനെ വന്നു. ഓല് ഡ്രസ്സൊക്കെ മാറ്റി മേനിയൊക്കെ കഴുകാൻ പോയപ്പോൾ ഇസും പോന്നു വേഗം കുളിക്കാനൊക്കെ. ഓനെ വേഗം കുളിപ്പിച്ചു. കുട്ടികൾക്ക് പെട്ടെന്ന് ഫുഡൊക്കെ കൊടുത്തു. ഓൽക്ക് ഏതായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിനി. അധികം എരിവൊന്നുമില്ലാത്ത, ഓൽക്ക് അധികം എരിവുള്ള ഫുഡൊന്നും വലിയ ഇഷ്ടമല്ല. മന്തിൻ്റെ ടേസ്റ്റാണോ ചോദിച്ചാൽ മന്തിൻ്റെ ടേസ്റ്റും, ബിരിയാണിയാണോ ചോദിച്ചാൽ ബിരിയാണിയാണ്. രണ്ടും പാടെ കൂടിയൊരു ഫുഡാണിത് കേട്ടോ. മാഗി ക്യൂബ് ഇട്ടുകൊണ്ടാണ് അങ്ങനെ രണ്ടിൻ്റെയും ടേസ്റ്റ് വന്നത്. പിന്നെ ഒരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പം ആകെ എന്തോ പോലെ ഇരിക്കാണ്ടാണ് നിൽക്കുന്നത്. ആദ്യം അവർക്ക് മനസ്സിലായിട്ടില്ല ഇനി. പിന്നെ ഇസുവിന് അപ്പം തന്നെ ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഓനും കൊടുത്തു. ഞാൻ പിന്നെ കക്കരി കൂടി ഓരോട് ചോദിച്ചവർക്ക് വേണോ ചോദിച്ചപ്പോൾ അങ്ങനെ ഓർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അതുകൂടിയും കട്ട് ചെയ്തു. ഇസുവിനാണെങ്കിൽ നല്ല ഇഷ്ടമാണ്, ഓൻ കുറേ കഴിക്കും. അത് ഫുള്ള് ഓൻ്റെക്ക് എടുത്തിടാനുള്ള പ്ലാനൊക്കെ ഇനി. ഓരോ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ഇപ്പിയും അനിയനും കൂടി ഫുഡ് കഴിച്ചു. കാക്കു അപ്പം എന്തോ ആവശ്യത്തിന് പുറത്ത് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.